യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാനും കണ്ടു ഈ ഒരു സിനിമ 5 കള്ള കോക്കാൻ. പേരിനൊരു പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എനിക്ക് ലേശം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത്. ട്രെയിലർ പിന്നെ ടീസർ 3 ദിവസം മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ചില എന്താ പറയുക ബ്ലൂപ്പേഴ്സ് അല്ല, എന്താ പറയുക മനഃപൂർവ്വം ടീസറിന് വേണ്ടി ഷൂട്ട് ചെയ്ത ഒരു പാട്ടിൻ്റെ വരികൾ വെച്ചിട്ട് ജസ്റ്റ് 3 ദിവസം മുൻപ് ആൻഡ് സെയിം ഡേ തന്നെയാണ് തോന്നുന്നത്. യെസ്, പടം ഇറങ്ങിയത് 15th പടം ഇറങ്ങി. ആൻഡ് റിവ്യൂസ് എല്ലാം പറയുന്ന പോലെ സൂപ്പർ പടമാണ്. ആൻഡ് എന്താ പറയുക, നിങ്ങൾ കണ്ട് എന്താ പറയുക സ്വന്തമായിട്ട് ഒപ്പീനിയൻ എടുക്കേണ്ട ഒരു പടമാണ്. കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഇറങ്ങും, ദിസ് ഈസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് 10 പൈസയ്ക്ക് വക കൊള്ളില്ലാത്ത റിവ്യൂസാണ്. കാരണം സിനിമ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. എൻ്റെ എക്സ്പീരിയൻസ് ഇറ്റ്സ് വർത്ത് എവറി സിംഗിൾ പെനി ഇൻ യുവർ പോക്കറ്റ്. ആ ടിക്കറ്റ് വാങ്ങിക്കാൻ ഉപയോഗിച്ച ഓരോ പൈസയും ഇറ്റ്സ് വർത്ത് ഫോർ ദിസ് മൂവി. ഉല്ലാസ് ചെമ്പനാണ് ഡയറക്ടർ. ആദ്യത്തെ പടമാണ്, സ്വന്തമായിട്ട് ഇറക്കുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചെമ്പൻ വിനോദാണ്. ദി ബ്രദേഴ്സ്. സോ രണ്ടുപേരും കൂടി കൈ കോർത്ത് നല്ല രീതിയിൽ എടുത്ത ഒരു പടം. 1980s ബാക്ക്ഡ്രോപ്പിലാണ് കഥ നടക്കുന്നത്. ആൻഡ് ആ തങ്കമണി, ദിലീപ് അഭിനയിച്ച ആ തങ്കമണി സിനിമയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ട് ഈ ഒരു സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ്. തങ്കമണി എന്ന് പറയുന്ന ഒരു വില്ലേജ് ഇടുക്കിയിലുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമയിൽ കാണുന്ന പോലെ സകലതും നടന്നിട്ടില്ല, ഒരു കഷ്ണം. സോ അതിനെക്കുറിച്ചൊരു സിനിമയിൽ തുടക്കത്തിൽ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. സോ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നത്. ലൊക്കേഷൻ സംവെയർ ഇൻ കേരള കർണാടക ബോർഡർ. സോ മലയാളവും പിന്നെ കന്നഡയും കൂടി കലർന്ന ചില സംഭാഷണ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഡോണ്ട് വറി, അതൊന്നും നമ്മുടെ എന്താ പറയുക ആസ്വാദനത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ബാധിക്കുന്നില്ല. സ്പീക്കിംഗ് അബൌട്ട് ദ മൂവി ആൻഡ് ദ സ്റ്റോറി, ഇതിന് മുൻപ് വന്നു പോയിട്ടുള്ള കഥകളാണെങ്കിൽ കൂടിയും തുടക്കം മുതൽ അവസാനം വരെ ഓഡിയൻസിനെ എങ്ങനെ പിടിച്ചിരുത്താം ആ സീറ്റിൽ എൻജോയ് ചെയ്തിട്ട് ആ ഒരു കഴിവ് ഇതിൽ ആ ടീം മൊത്തം കാണിച്ചിരിക്കുന്നുണ്ട്. ഡയറക്ടർ മാത്രമല്ല, ആക്ടേഴ്സ് ആയാലും. ഇതിന് ഒരു നടി എന്ന് പറയാനായിട്ട് ഒരു എന്താ പറയുക നടിമാരുണ്ട്, പക്ഷേ ഒരു ആക്ടർ എന്താ പറയുക നടന് ഒരു പെയറായിട്ട് വരാൻ ആരുമില്ല. സോ അതും ഒരു എന്താ പറയുക എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതില്ലാതെ തന്നെ പടം ഹിറ്റാകും. ഐ തിങ്ക് ദിസ് ഈസ് മച്ച് മോർ ലൈക്ക് മഞ്ഞുമേൽ ബോയ്സ്. തുടക്കത്തിൽ സിനിമ ഇറങ്ങിയപ്പോൾ സാധാരണ രീതിയിൽ അങ്ങോട്ട് പോയി, പിന്നെ അതങ്ങോട്ട് ഹൈപ്പിൽ അങ്ങോട്ട് കയറി നേരെ മേപ്പിട്ട് റോക്കറ്റ് വിട്ട പോലെ. അതുപോലെ തന്നെ ആയിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു വെപ്പ്. തുടക്കത്തിൽ ആ ഫസ്റ്റ് ഹാഫ് വസുദേവാണ് ലുക്മൻ അവറാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. വസുദേവ് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ വരുന്ന ഒരു സീൻ, ഒരു കോൺസ്റ്റബിളാണ് കക്ഷി. ആ ഒരു ഫസ്റ്റ് ഹാഫിന് ആ ഒരു ടൗണിനും ഒരു വില്ലേജ് ടൗണല്ല, ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തെ കുറിച്ചിട്ട് ഒരു ബിൽഡപ്പാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊരു ബിൽഡപ്പ് കൊടുത്തിട്ട് സെക്കൻഡ് ഹാഫിലാണ് ഓരോരുത്തരുടെ വ്യക്തിത്വം മൊത്തം എടുത്ത് കാണിക്കുന്നത്. ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടർ നടവരമ്പ, ആളുടെ ഒരു ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു മിസ്റ്ററി ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ. എന്തുകൊണ്ട് ചെമ്പൻ വിനോദിനെ ആ ഒരു കാസ്റ്റിംഗ് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തു എന്നുള്ളത് നമുക്ക് തന്നെ സംശയം തോന്നും. എന്താ പറയുക ഉള്ളിലൊരു എന്താ പറയുക കക്ഷിനെ ചുറ്റിപ്പറ്റി എന്തോ ഉണ്ട്. കാരണം ലുക്മാൻ കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ പോകുന്നത് ചെമ്പൻ വിനോദിനാണ്. സോ ഹി ഹാസ് ടു ഹാവ് സംതിങ്. ഇതിൽ ആരും ഒരാളാണ് വില്ലൻ, ആരും ഒരാളാണ് നായകൻ എന്ന രീതിയിലുള്ളൊരു സംശയത്തോടു കൂടി തന്നെയാണ് സിനിമ എൻ്റെ മനസ്സിൽ മുന്നോട്ട് പോയത്. പിന്നെ മണികണ്ഠൻ്റെ വരവ്, പിന്നെ പിന്നെ കുറേ പേരൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ശ്രീജിത്ത് രവി അഭിനയിച്ച ക്യാരക്ടർ, ഐ തിങ്ക് ചാമ്പ്ര എന്തൊക്കെയാണ് പേര്, സോറി ഐ ആം നോട്ട് ഗുഡ് വിത്ത് നെയിംസ്. കക്ഷിയുടെ 2 മക്കൾ വരുന്നൊരു സീനുണ്ട്. ശ്രീജിത്ത് രവി അഭിനയിക്കുന്ന ക്യാരക്ടർ മരിക്കുമ്പോൾ ഒരു RX-100 ടവർ ഓടിച്ച് വരുന്നൊരു സീനും, ചുറ്റിക്ക് വെച്ച് അടിക്കുന്ന ഒരു സീന്, തോട്ടൊക്കെ എടുത്ത് പൊട്ടിക്കുന്ന ഒരു സീനൊക്കെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് എവിടെയൊക്കെ നമുക്ക് തോന്നും ന്യായം അച്ഛനെ കൊന്ന് അതിന് പകരം വീട്ടാൻ വരുന്ന ആ മക്കൾക്കൊക്കെ ആയിരിക്കണോ, അല്ലെങ്കിൽ വസുദേവനാണോ അതോ മണികണ്ഠനാണോ എന്താ പറയുക, ഒരു വിഷയ സർക്കിളിലാണ് ഇതിൻ്റെ കഥ മൊത്തം നടക്കുന്നത്. ആൻഡ് ടു ബി നോട്ടഡ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ലാസ്റ്റിലൊരു ക്ലൈമാക്സ് സീൻ, ഒരു ഫൈറ്റ് ഉണ്ട്. ഐ തിങ്ക് അറൗണ്ട് 5 to 10 minutes, യെസ് സംതിങ് അറൗണ്ട് ദാറ്റ്. തുടക്കത്തിലെ ഫൈറ്റ് സീക്വൻസിൽ ചെറിയ
ഒരു കൊട്ട് വെച്ച് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ, ഇടയ്ക്ക് ഒരു 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 ഗ്യാപ്പൊക്കെ വെച്ചിട്ട് നല്ലൊരു ഒരു ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നു. പിന്നീട് ഇവരുടെ ഈ മക്കൾ രണ്ടുപേരും അലക്സാണ്ടർ റോഡിങ്ങനെ രണ്ടുപേരും വന്ന് തോട്ട പൊട്ടിച്ചതിന് ശേഷം വരുന്ന ഒരു പാട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ക്രെഡിറ്റ് സീൻസ് കാണിക്കുന്നു, അതിനും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അത് പോലീസാണ്. ഞാൻ യൂട്യൂബ് മൊത്തം തപ്പി ഇതുവരെ ഇറക്കിയിട്ടില്ല, ഇറങ്ങുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യണം, എന്താ എവിടെന്നെങ്കിലൊക്കെ ഡൗൺലോഡ് കിട്ടണം. അസല് മ്യൂസിക്കായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് മുൻപ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് മംഗളവാരം എന്ന് പറയുന്ന ഒരു സിനിമ. കന്നഡ മൂവിയാണ്. എന്നറിയാൻ ഇംഗ്ലീഷിൽ കാനഡ എന്നൊക്കെ പറയും. സോ മംഗൾവാരം കന്നഡ മൂവിയാണ്, കന്നഡ മൂവിയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. ആൻഡ് ചില റിസംബ്ലൻസ് ഒക്കെ ഉണ്ട് ആ കഥയുമായിട്ടല്ല, എന്തോ ഒരു രീതി, ദ വേ ടു ബി ഷോട്ട് ആൻഡ് കഥയും. യെസ്, ഇറ്റ്സ് അബൌട്ട് വെഞ്ചൻസ്. ആൻഡ് ക്ലൈമാക്സ് സീനിൽ വസുദേവ് ലുക്മാൻ അവറാണ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, വസുദേവിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കാരണം കൂടുതൽ ഒരു ഹീറോ പരിവേശം ആ ക്യാരക്ടറിന് കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും എന്താ പറയുക, ആളുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഡുവൽ പേഴ്സണാലിറ്റി എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല, ബട്ട് ദാറ്റ് ഈസ് സംതിങ് ഇൻസൈഡ് ഹിം. ഒരു ട്വിച്ച് ഗൈസ്, അത് നിങ്ങൾ കണ്ട് അനുഭവിക്കേണ്ട ഒരു സിനിമയാണ്. നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ് കുറേ എണ്ണങ്ങൾ ഇറങ്ങും, ബട്ട് സിനിമ ഇറ്റ്സ് അബൌട്ട് എക്സ്പീരിയൻസ്. നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിക്കേണ്ട ഒന്നാണ്. ബിക്കോസ് എവറി ഹ്യൂമൻ ഈസ് എന്താ പറയുക, ദ നോട്ട് ഈക്വൽ. ലൈക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളുണ്ടല്ലോ. ഐ മീൻ ഔട്ട് ഓഫ് ബില്യൻസ് എവറി വൺ ഈസ് നോട്ട് ഈക്വൽ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. സോ റിവ്യൂസ് എല്ലാം അടിപൊളിയാണ്. എന്താ പറയുക, കുറേ വെടി കുത്ത് എല്ലാം അടിപൊളി തന്നെയാണ്. സോ എന്താ പറയുക, ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഇറ്റ്. ഇൻ വൺ വേർഡ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് എസ്പെഷ്യലി ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അത് എന്താ പറയുക, സിനിമ കഴിയുമ്പോൾ എനിക്ക് പോകരുത്, ആ ഒരു ക്രെഡിറ്റ് സീൻസും കൂടി കാണാം. ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. So guys, I'll come back with another movie review as usual, and do watch this movie called Anji Kalla Kokan, running in theaters nearby. And great job Ullas Chemban Vinod. See you guys in next movie. Stay tuned.